അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ടേസ്റ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 15-16 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. സവാള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഒരു പിടി മല്ലിയില, 5 ഏലക്കായ, 5 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട. ഇനി നമുക്ക് 1.5 കപ്പ് ജീരകശാല അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 പേർക്കുള്ള അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഏലക്കായ, പട്ട, ഗ്രാമ്പു കൂടെ ചേർത്ത് നമുക്ക് ഇതിനൊന്ന് 3/4 വേവ് ആവുന്നത് വരെ വേവിച്ച് വെള്ളം വാർത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ശേഷം ഒരു പകുതി സവാള കനം കുറച്ച് അരിഞ്ഞത് ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് 400 ഗ്രാം ചിക്കൻ, നമുക്ക് എത്രയാണോ ചിക്കൻ്റെ അളവെങ്കിൽ അത്രയും പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് എടുക്കാവുന്നതാണ്. ചിക്കൻ അധികം മൊരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്ത് കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ 2 ടേബിൾ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്കായ, പട്ട ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1-2 പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അത് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഏകദേശം സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം കനം കുറച്ചരിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 15 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമുക്കിതിൻ്റെ പച്ചച്ചുവ മാറി വരുന്ന സമയം നമുക്കിതിലോട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. തീ വളരെ ചെറുതാക്കി വെച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ ടീസ്പൂണ് പുളി കുറഞ്ഞ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കാണെങ്കിൽ പോലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ദം ബിരിയാണി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് നന്നായി ഒന്ന് മസാല പിടിക്കുന്നവരെ മിക്സാക്കിയെടുക്കാം. ഇനി ചിക്കനിലോട്ട് മസാലയെല്ലാം പിടിക്കുന്നവരെ ഒരു 5 മിനിറ്റ് സമയം കുറഞ്ഞ തീയിൽ നമുക്കിതൊന്നിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി സോഫ്റ്റായിട്ടും വെന്തിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി 3/4 വേവിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല അടിയിലും ചോറ് മുകളിലുമായാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഈ ഒരു ചോറ്
അമർത്തി സെറ്റാക്കി എടുക്കാം. വലിയ 2 പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള അളവിലാണ് ഈ ഒരു ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഈ ചോറിന് മുകളിലായി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരൽപ്പം കുരുമുളക് പൊടിച്ചതും 2 ടേബിൾ ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മല്ലിയിലയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതും ഉള്ളി വറുത്തതും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഏകദേശം നന്നായി ചോറിൽ ആവി കയറിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മലബാർ ദം ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പുന്നതിന് മുന്നായി ഒന്ന് എല്ലാ ചോറും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയെല്ലാം ഈ ചോറിൽ പിടിക്കത്തക്ക വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകില്ല പെട്ടെന്ന് പൊരിച്ചു വെച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്.